ഹൗ ഡു ദേ സീ യു? അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? എസ്പെഷ്യലി നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? So let's see, think about this person, alright? Aloneness. സോ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈക്ക് സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ കാരണം അങ്ങനെ ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു ഒറ്റപ്പെടലായിരിക്കാം, ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ ആക്ച്വലി ഈ വ്യക്തിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാതെ ഉള്ള ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഓർ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഈ വ്യക്തിയുടെ ആ ഒരു ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇതൊന്നെങ്കിലും നിങ്ങളുടേതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ആ വ്യക്തി കാണുന്നത്, നിങ്ങളെ കാണുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്സോട് കൂടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓർ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ആ വ്യക്തി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഒരു ഒറ്റപ്പെടൽ ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈവൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ മേ ബി ഈ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സൈലൻസ്, ഓക്കെ, നിങ്ങളുടെ ആക്ഷൻ ആക്ച്വലി ഒരു ഒറ്റപ്പെടുത്തൽ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആക്ച്വലി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻസ് കാരണമായിരിക്കാം. ഓൾറൈറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ലവ്, റൊമാൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം എടുക്കുന്ന ആക്ഷൻസ് അവർക്ക് ആ ഒരു വലിയൊരു മിസ്സിങ്സ്, ലാക്നെസ്, നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ലായ്മ ആക്ച്വലി അവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കാണുന്നത് റൊമാൻസ് ഓഫ് ലൈഫ് ടൈം ആയിട്ടാണ്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഈവൻ നിങ്ങൾ അടുത്തില്ല എന്നുണ്ടെങ്കിലും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഓർ ടെലിപ്പത്തിക്കലി നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഹാർട്ട് ബീറ്റ്സ്, ഓക്കെ, ഓർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങളുടെ സിറ്റുവേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഹാർട്ട് ബീറ്റ്സ് ഒരുപാട് കണക്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സ് ഒരുപാട് തുടിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തിക്ക് ഭയങ്കര വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ നിങ്ങളുടെ സോൾ ആക്ച്വലി കണക്റ്റഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സോൾ വളരെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ പ്രസൻസ് ആക്ച്വലി ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഈവൻ നോ മാറ്റർ ലൈക്ക് ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, റൊമാൻറ്റിക് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഓർ ഫീലിങ്സ് ഓർ മേ ബി അവരുടെ ഒരു റൈറ്റ് പേഴ്സൺ അവര് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻസ് എന്താന്നുള്ളത് കണക്ട് ചെയ്യാൻ എസ്പെഷ്യലി ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്ഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, കാരണം നിങ്ങളുടെ ആബ്സെൻസ് ആണ് ഈ വ്യക്തിനെ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇടയിൽ ഒരു സെപ്പറേഷൻ ഒരു ഗ്യാപ്പ് മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ബട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സോൾ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. ഓക്കെ, സോ പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അവര് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം അവര് കൺട്രോൾ ചെയ്യാണ്. ആൻഡ് സി ലൈക്ക് മേ ബി അവർ ഇത്ര ഒരു എഫേർട്ട് മേ ബി ചില കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ അവരെടുക്കുന്ന ആക്ഷൻ ആക്ച്വലി അവരുടെ ഇമോഷൻസ് ദാൻ യൂഷ്വൽ അവർ ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എഫേർട്സ് അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളെ കണക്ട് ചെയ്യാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളായിരിക്കാം. യൂഷ്വൽ ആയിട്ടുള്ള എഫേർട്ടിനെക്കാളും കൂടുതൽ എഫേർട്ട് മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ അവർ കൊടുക്കുന്നുണ്ട്. മെന്റലി അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഫിസിക്കലി വരുന്ന സമയത്തും ആക്ഷൻ എടുക്കുന്ന സമയത്തും അവരവരെ സ്വയം കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ,
പക്ഷെ എത്രമാത്രം ആ ഒരു സെൽഫ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രമാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ അവർക്ക് ഇന്റൻസ് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അവർ വളരെ കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ചില ആക്ഷൻസ് ഉണ്ടാവുന്ന ചില ബെനിഫിറ്റ്സ് ആക്ച്വലി ആ ഒരു കംപ്ലീഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷൻസ് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഹൗ ഡു ദേ സീ യു? എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്? പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിനെ ഒരുപാട് ബോധർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു സപ്രസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആക്ച്വലി ഈ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ആക്ഷൻസ് ആ വ്യക്തിന് അത്ര ഒരു സപ്രസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അവർക്ക് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട്സ് ഓൾറൈറ്റ് ഓർ സിറ്റുവേഷൻസ് കുറച്ചുകൂടെ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് ഈ ഒരു സമയം. ഓൾറൈറ്റ്, എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അവർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും സ്ട്രഗിളും ആക്ച്വലി വ്യക്തിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും മേ ബി ഈ വ്യക്തി ചില കാര്യങ്ങൾ അവരായിട്ട് തന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ സി ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ഇപ്പൊ നിങ്ങൾ ആ വ്യക്തിനെ എങ്ങനെയാണോ കാണുന്നത് അതല്ല അവരുടെ ഒരു റിയൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, പുറമെ ചിരിച്ചുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിൽക്കുന്നുണ്ടായിരിക്കാം, ബട്ട് ഇൻസൈഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ സാധിക്കും, റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണോ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ആ വ്യക്തിനെ കാണിക്കുന്നത് എന്നുള്ളതല്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇമോഷണലി ഒന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഒരു റിയൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എത്രയൊക്കെ ആ വ്യക്തിയുടെ ഒരു ഫീലിംഗ്സ് സിറ്റുവേഷൻസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആക്ച്വലി വളരെ നേക്കഡ് ആയിട്ട് തന്നെ ആ വ്യക്തിയുടെ ഒരു ഫീലിംഗ് സിറ്റുവേഷൻസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവൻ നിങ്ങൾ അവരെ നേരിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, ഹൗ ഡു ദേ സീ യു? ഈ സമയം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം പ്രഷ്യസ് ആണ്, നിങ്ങൾ എത്രമാത്രം വാല്യൂബിൾ ആണ്, ഓർ നിങ്ങൾ എത്രമാത്രം കംപ്ലീഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തി വളരെ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്തുള്ള ഒരു അട്രാക്ഷൻ, നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യുന്നുണ്ടായിരിക്കണം ആസ് എ പാർട്ട്ണർ അല്ലെങ്കിൽ ആസ് എ ലവർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ മേ ബി ഇത് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് മെറ്റീരിയൽ, ഓർ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. കാരണം ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു റൈറ്റ് പാർട്ട്ണർ ആയിട്ടാണ്, അവരുടെ ഒരു കംപ്ലീഷൻ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ കാരണം അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് ഈ വ്യക്തി വളരെ ഇൻസ്പയർഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ചില ആക്ഷൻസ് കാരണം. ഈവൻ ചിലത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട് കറേജ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും റീബിൽഡ് ചെയ്യാൻ. ഓൾറൈറ്റ്, കാരണം ചിലത് നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുക. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ റീബിൽഡ് ചെയ്യണം, നിങ്ങളായിട്ട് വർക്ക് ചെയ്യണം, നിങ്ങൾ ഹാർഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മേ ബി ലൈക്ക് നിങ്ങളുടെ ചില ആക്ഷൻസ് അവർക്ക് കുറച്ച് ഹെവി ആവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ. അത് നിങ്ങളുടേത് മാത്രം ആവണമെന്നില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് ഈവൻ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും ആ ഒരു കറേജ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈവൻ ഇനി ഗ്രോ ചെയ്യാൻ പറ്റില്ല, ഇനി കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇനി എന്തെങ്കിലും മിറാക്കിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മൊമെന്റിൽ ഈ വ്യക്തി ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈവൻ അവർ ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും മേ ബി അവർക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മേ ബി അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, നിങ്ങളായിട്ട് ചില കാര്യങ്ങൾ ഇനിയും കണക്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലും പല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്നതും ഈ വ്യക്തിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ സിറ്റുവേഷനും ആ വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ
റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മേ ബി നിങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളൊരു കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആണ്, ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫിൽ ഒരു ഫയർ കൊണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കൈൻഡ് ഓഫ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വീണ്ടും അതിൽ ആക്ഷൻസ് എടുക്കാനും വീണ്ടും അതിലേക്ക് വരാനും വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള ഒരു കറേജ് കാണിക്കുന്ന അല്ലെങ്കിൽ കറേജ് തരുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആണ് നിങ്ങൾ. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആക്ച്വലി ആ വ്യക്തിക്ക് നിങ്ങളോട് ഇത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ എന്ന് മാത്രമല്ല, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയർ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പലതും നിങ്ങൾ കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ലൈക്ക് ഈവൻ നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും വളരെ യങ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ. ഓക്കെ, വളരെ മേ ബി നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ അറിയുന്ന ആളുകളായിരിക്കാം, വളരെ സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, നിങ്ങൾ വിട്ടുപോകുന്ന സമയത്ത് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്. ഓക്കെ, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ വെരി ഇമോഷണൽ മൂവി. ഓക്കെ, കാരണം ആ ഒരു ഒറ്റപ്പെടൽ ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ. ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഇത്ര ഒരു ഫീലിങ്സ് ഉണ്ടാവുന്ന സമയത്തും ആ ഒരു ഒറ്റപ്പെടൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് അവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ അവർക്കും അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഓർ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ അവർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അതിലൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒട്ടും സന്തോഷമില്ലാത്തൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവരതിലും അത്ര ഒരു ഹാപ്പി ആവുന്നില്ല. ഓക്കെ, കാരണം അവർക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് അവർക്കും അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.